ബ്രിഗേഡിയർ മോഹൻപിള്ള സർ ചേരുന്നുണ്ട്. സർ നമസ്കാരം. ഈ ഒരു വലിയൊരു ദുരന്തം അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യാപ്തി നമുക്ക് ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ ഒരു അപകടം ടേക്ക് ഓഫിനിടയിൽ ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അത്യധികം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഇതുപോലെ ബേസിക്കലി ഏവിയേഷനിൽ 90% ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കുന്നത് ഐദർ ടേക്ക് ഓഫിലോ അല്ലെങ്കിൽ ലാൻഡിങ്ങിലോ ആയിരിക്കാം. ഏറ്റവും മേജറായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് സമീപകാലങ്ങളിൽ കണ്ടിട്ടുള്ളത് മംഗലാപുരത്തെ ആക്സിഡന്റ് ആണ്. ഇതേ ടൈപ്പിൽ ലാൻഡ് ചെയ്യുന്ന ടൈമിലുണ്ടായിരുന്നു, നോട്ടിലെ ടേക്ക് ഓഫ് ടൈമിലല്ലായിരുന്നു. അത് ഇന്ത്യ പോലുള്ള ഒരു വികസിത രാജ്യത്തിൽ ഏവിയേഷൻ സെക്ടർ വളരെയധികം നല്ല രീതിയിൽ വളർന്നു വരുന്ന ഈ അവസരത്തിൽ ഈ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് ഇറ്റ് ഈസ് ടു എയർലി ടു സേ എനിത്തിങ്. എന്തെങ്കിലും വളരെ പറയുക എന്ന് പറയുന്നത് വളരെ അതൊരു നല്ലൊരു സൂചന ആയിരിക്കില്ല. ബട്ട് ലെറ്റ് ദ ഒഫീഷ്യൽ കൺഫർമേഷൻ കംസ്. രണ്ടാമത് ഇതിനകത്ത് ഞാൻ വിചാരിക്കുന്നത് വല്ല മിക്കവാറും ടെക്നിക്കൽ സ്നാഗ് തന്നെ ആയിരിക്കണം. ടെക്നിക്കൽ സ്നാഗ് ഉണ്ടെങ്കിൽ സ്നാഗ് ആണെങ്കിൽ അത് ATSന് ക്ലിയർ ആയിട്ട് അവർ മെസ്സേജ് പൈലറ്റ് കൊടുത്തു കാണും. അങ്ങനെ സാധാരണ അത് വരത്തുള്ളൂ. അപ്പം ടെക്നിക്കൽ എഞ്ചിൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നും മെസ്സേജ് അന്നേരം തന്നെ പൈലറ്റ് ATSൽ കൊടുത്തു കാണണം തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്ത് ടെക്നിക്കൽ സ്നാഗ് ആണ് എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ടെക്നിക്കൽ സ്നാഗ് റെക്ടിഫൈ ചെയ്യാതെ ഫ്ലൈറ്റിന്റെ സേഫ്റ്റി എല്ലാ ട്രിപ്പിന് മുമ്പും അല്ലെങ്കിൽ ഒക്കേഷണലി വെരി ക്ലോസ് ഒക്കേഷണലി ഇവര് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുക്കേണ്ടതാണ്, സർട്ടിഫൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, നോ പ്രോബ്ലം എന്നുള്ളത്. അപ്പൊ അവിടെ വല്ല ലാക്സിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ അത് പിന്നീട് വരേണ്ടതാണ്. ബട്ട് വാട്ട് ഐ പേഴ്സണലി പ്രസ്യൂം ഇതൊരു ടെക്നിക്കൽ സ്നാഗ് തന്നെ ആയിരിക്കും, എഞ്ചിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതും ഒരു നിയർ ബൈ പ്ലേസിൽ ഇത് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കുമുള്ള എഞ്ചിൻ തകരാറ് തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് പൊതുവെ ഒരു പ്രൈമ ഫേസി നമുക്ക് തോന്നുന്നത്. ബട്ട് എവറിത്തിങ് ഓൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത് വെളിയിൽ നിന്ന് വരേണ്ടതേ ഉള്ളൂ. രണ്ടാമത് അത് എനിക്ക് തോന്നുന്നത് ഇത്രയും സമയമൊക്കെ എടുക്കുന്നതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു ബിൽഡപ്പ് ഏരിയയ്ക്കകത്താണ്. അതായത് ഒരുപാട് വീടുകൾ ഉള്ള സ്ഥലങ്ങളിലാണ്. അതുപോലെ വലിയ വലിയ വണ്ടികളൊക്കെ അവിടോട്ട് ഫയർഫോഴ്സിന്റെ ഒക്കെ എത്താനുള്ള ഒരു സൗകര്യക്കുറവ് കാണും. കാര്യം ഇടവഴികൾ മാതിരിയുള്ള വഴികളായിരിക്കാമല്ലോ, വീതി കൂടിയ വഴികളൊന്നും ആയിരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാവും. ബട്ട് എന്താണെങ്കിലും വളരെ ദ്രുതഗതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ എന്താണെങ്കിലും നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ. ഇത് ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണെങ്കിൽ ആരെങ്കിലും അതിനകത്ത് റെസ്പോൺസിബിൾ ആണോ, ഏതെങ്കിലും വിങ് അതിനകത്ത് റെസ്പോൺസിബിൾ ആണോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള മെഷേഴ്സ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ചെറിയ നേരത്തെ സാറ് തന്നെ സൂചിപ്പിച്ചതുപോലെ ചില ടെക്നിക്കൽ എററുകളായിരിക്കാം. പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള അത്രയേറെ അത്യാധുനികമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ലണ്ടനിലേക്ക് പോകുന്നതാണ്, അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ഇന്ധനവും ഉണ്ടാകും. അപ്പോൾ ഇത്തരം ചെറിയ നിസ്സാരമായ ചില അശ്രദ്ധകൾ വരുത്തിവെക്കുന്നത് വലിയൊരു അപകടമാണ്. അപ്പോൾ കുറെ കൂടെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മാർഗമായി മാറിയിരിക്കുകയാണ് ഈ വ്യോമയാന മാർഗം. അപ്പോൾ അത് കുറെ കൂടെയൊക്കെ നമ്മൾ ഈ കാര്യത്തിൽ കുറച്ചുകൂടിയൊക്കെ അപ്ഡേറ്റഡ് ആവേണ്ടതുണ്ടോ ഈ സംഭവത്തിലൂടെ? അബ്സല്യൂട്ട്ലി, അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമല്ല. യു സെഡ് വെരി കറക്റ്റ്ലി. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാര്യം. സേഫ്റ്റി മെഷേഴ്സ്, സേഫ്റ്റി സർട്ടിഫിക്കറ്റ്, ഇൻസ്പെക്ഷൻ പ്രോപ്പറായിട്ട് എല്ലാ ഫ്ലൈയിങ്ങിന് മുമ്പും അറ്റ്ലീസ്റ്റ് എല്ലാ ഫ്ലൈയിങ് ഇല്ലെങ്കിലും ഡേ ടു ഡേ ബേസിസിലോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പീരിയോഡിക് ഷോർട്ട് ഡ്യൂറേഷനിലോ ഈ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ 100% ഫുൾ പ്രൂഫ് ആയെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്തിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാറുള്ളൂ. ഇവിടെ എന്ത് സംഭവിച്ചു, എന്താണ് എന്തെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. കാര്യം ഇവിടെയാണ് ഈ പല ഇഷ്യൂസ് വരുന്നത്. എയർ ഇന്ത്യയുടെ ആക്സിഡന്റ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഏവിയേഷൻ സെക്ടർ പ്രൈവറ്റൈസേഷനിലാണ്. അപ്പൊ പ്രൈവറ്റൈസേഷനിൽ കൊടുത്തു കഴിയുമ്പോഴേക്കും അപ്പം എംപ്ലോയീസിന് ഏത് സെക്ഷനിലുള്ള എംപ്ലോയീസ് റെസ്പോൺസിബിൾ ആണ്. അപ്പം അവരെ അതിനകത്ത് നമ്മൾ കൂടുതൽ ആഴത്തിലോട്ട് പോകേണ്ടിയിരിക്കുന്നു. അത് എവിടെയാണ് അതിന്റെ വീഴ്ച എന്നുള്ളതും ആ വീഴ്ച ഫിക്സ് ചെയ്യുന്നതുമാണ് 100%. കാര്യം സേഫ്റ്റി ഇല്ലാതെ അത് ടെക്നിക്കൽ സ്നാഗ് കണ്ടുപിടിക്കാതെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആര് കൊടുത്തു ഫ്ലൈയിങ്ങിന്, ഈ ഫ്ലൈറ്റ് കറക്റ്റ് അല്ലായിരുന്നെങ്കിൽ ഇതിന് ഫ്ലൈയിങ്ങിനുള്ള പെർമിഷൻ കൊടുത്തു എന്നുള്ളതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഫേസ് ചെയ്യുന്നതായിട്ട് വരും. അപ്പം അതാണ് ഒരു പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത്. ഏവിയേഷൻ സെക്ടറിലെ സെക്യൂരിറ്റി
സെക്യൂരിറ്റി ഇൻ ദ സെൻസ് ടെക്നിക്കൽ സെക്യൂരിറ്റി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. അത് വീണ്ടും നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ടേക്ക് ഓഫിന് ശേഷം ആണിത് ഐഡന്റിഫൈ ചെയ്തിട്ട് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള പൈലറ്റ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിയർ ബൈ പ്ലേസ് ലാൻഡ് ചെയ്യും, അല്ലെങ്കിൽ റിട്ടേൺ വരും. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരു മെയിൻ കൺസേൺ ആണ്. ആ ഒരു കൺസേൺ ദൂരീകരിച്ച് വേണം അതൊരു ഈ ഏരിയയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. സർ, ഇതിപ്പോ ഒരു ജനവാസ മേഖലയിലേക്കാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പം അത്തരം ഒരു പ്ലെയിൻ ക്രാഷ് അവിടെ നടക്കുമ്പോൾ, എയർ ക്രാഷ് അവിടെ നടക്കുമ്പോൾ ഈ രക്ഷാപ്രവർത്തനവും ഈ പറയുന്ന പോലെ വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെ ആകില്ലേ? തീർച്ചയായിട്ടും, അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം ആക്സസ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം വീടുകൾ ഒരുപാട്, പ്രത്യേകിച്ച് നമുക്കറിയാം നോർത്ത് ഇന്ത്യ എസ്പെഷ്യലി ഗുജറാത്തിലൊക്കെയുള്ള ഒരു സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അതുപോലെ ആക്സസ് റോഡുകൾ ഒരു കാറിന് മാത്രം പോകാൻ പറ്റുന്ന വഴികളെ കാണുകയുള്ളൂ സാധാരണഗതിയിൽ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ റെസ്ക്യൂ ടീം എക്യുപ്മെന്റ്സ് അവിടെ എത്താൻ പ്രായോഗിക ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും കാണേണ്ടിയിരിക്കുന്നു. അപ്പം അത് തീർച്ചയായും ഒരു കൺസേണാണ്. പിന്നെ ഇതിനകത്തോളം മറ്റൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഫ്ലൈറ്റിന്റെ പഴക്കമൊക്കെ ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. കാര്യം വളരെ പഴകിയതാണോ, എത്ര പഴക്കമുള്ള ഇതാണ്. ഡ്രീം ലൈനർ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി പഴയ 15 years ഒക്കെ കാണുള്ളൂ സാധാരണഗതിയിൽ. അത് എയർ ഇന്ത്യയുടെ ഏത് ഇതാണെന്നൊക്കെ അറിയെങ്കിൽ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളിലോട്ട് ഫർദർ എലാബറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കഷൻ പറ്റുള്ളൂ. അപ്പൊ അത് ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ടു എയർലി. ഫ്ലൈറ്റ് പഴയതായിരുന്നോ അതോ ഈ ഫ്ലൈറ്റിന് തന്നെ ലാസ്റ്റിൽ എന്തെങ്കിലും റീസെന്റ് ആയിട്ട് ടെക്നിക്കൽ ഫോൾട്ട് ഉണ്ടായിരുന്നു, അതോ അങ്ങനെയുള്ള ഹിസ്റ്ററി ഓരോ ഇതിനും ലോഗ് ബുക്ക് ഉണ്ടല്ലോ. അപ്പൊ ആ ഹിസ്റ്ററി എടുത്തതിന് ശേഷം അത് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ. അതായത് ഫ്ലൈറ്റിന് ഒരു പ്രാവശ്യം ഒരു മേജർ എറർ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കാറ്റഗറിയിൽ ഇട്ടതിന് ശേഷം അതിനെ ഓരോ ഫ്ലൈയിങ്ങിന് മുമ്പ് തന്നെ വീണ്ടും റെക്ടിഫൈ ചെയ്ത് പോകും എന്നുള്ളതാണ് സാധാരണ കാണാറുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് അതിന് ടെക്നിക്കൽ സ്നാഗ് ഉണ്ടായിരുന്നു, ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ, അത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അതായത് സർട്ടിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇൻസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഇൻസ്പെക്ഷൻ ഓക്കെ നടത്തിയിട്ടുണ്ടോ, എന്നാണ് ലാസ്റ്റ് നടത്തിയത്, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരും. ബിൽട്ടപ്പ് ഏരിയയിൽ വീണെന്ന് പറഞ്ഞാൽ വി കാണ്ട് ഹെൽപ്പ് ഇറ്റ് ഔട്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അതുപോലെയുള്ള ജനവാസ മേഖലയിലാണ്. ജനവാസ മേഖലയിൽ വീണ് കഴിഞ്ഞാൽ അതിന് നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ കാര്യം. പിന്നെ അവിടെ മാൻ പവർ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ രക്ഷാപ്രവർത്തനം കൂടും. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഫ്ലൈയിങ്ങിന് ഇൻ ബിറ്റ്വീൻ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ് വീഴുന്നത് നമുക്കറിയാം. വി ക്യാൻ വെരി വെൽ ഇമാജിൻ മേ ബി ഓഷ്യൻ അല്ലെങ്കിൽ വല്ല ഫോറസ്റ്റ് മൗണ്ടൻ ടോപ്പ് ഒക്കെ ആയിരിക്കും. അന്നേരം അത് അതിലും വലിയ പ്രശ്നമാണ് റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയാം. ഇവിടെ ഒരു ബിൽട്ടപ്പ് ഏരിയയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആൾക്കാരൊക്കെ റെസ്ക്യൂ ചെയ്യാൻ അവൈലബിൾ വേയിൽ ഈസി ആയിരിക്കും, നോ ഡൗട്ട് ഇൻ ഇറ്റ്. പക്ഷേ ഈ ടെക്നിക്കൽ എക്സ്പേർട്സിന് വിത്ത് എക്യുപ്മെന്റ്സ് അവിടെ എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആധികാരികമായിട്ട് പറയാനുള്ള സമയം ആകുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ബ്രിഗേഡിയർ മോഹനൻ പിള്ള സാറാണ് നമ്മോട് സംസാരിച്ചത്. പ്രതിരോധ വിദഗ്ധനാണ് അദ്ദേഹം.